എന്തോ ഒരു കഷ്ടമായി കിടപ്പ് കണ്ട. രമണി, ദേ ഞങ്ങള് വന്നു. ഒന്ന് കണ്ണു തുറന്നേ. ദേ ഹേമ, ഉമ, ഞാൻ, സന്ധ്യ, ജയന്തി എല്ലാരും ഉണ്ട്. പേഷ്യന്റിനെ വിളിക്കരുത്. നിങ്ങളോട് ആര് പറഞ്ഞു അകത്ത് കിടക്കാൻ? ഇത് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയമാണ്. എന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചൂടെ? ഞങ്ങൾ ദുഃഖം പങ്കിടാൻ വന്നതാ, അല്ലാതെ ശല്യം ചെയ്യാനല്ല. രമണി, ഒന്ന് കണ്ണു തുറക്കൂന്നേ. ദേ ഞങ്ങള് രമണിക്ക് കഴിക്കാൻ വേണ്ടി കൊക്കോ കലയ്ക്ക് പാല് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ രമണിയുടെ സതീർത്ഥരാ. പറഞ്ഞിട്ട് കേൾക്കണില്ലേ ഡോക്ടർ? കുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുക. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കണം. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞങ്ങൾ സെന്റ് മേരീസിലെ കുട്ടികളാ. അതിന് ഞാനെന്താ സല്യൂട്ട് ചെയ്യണോ? മേലാൽ വിസിറ്റിംഗ് ടൈം അല്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിനകത്ത് കണ്ടുപോരുത്. Get out. അയ്യോ, Get out. ഒരു ബോറൻ ഡോക്ടർ. ശരിയാ, അങ്ങനെ അയാളെ ഷൈൻ ചെയ്യാൻ വിടാൻ പാടില്ല. മായി, നിനക്ക് അയാളെന്ന് വളച്ചെടുത്തൂടെ? എങ്ങനെ? വെറുതെ ഒന്ന് സ്നേഹിച്ച് പ്രേമിച്ച്. ശ്രമിക്കട്ടെ. എന്തായുള്ള പേര്? ശ്രീനിവാസൻ. പുള്ളിയുടെ കാര്യം ഞാൻ ഏറ്റു. പതുക്കെ 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 ഒന്ന് പിടിച്ച് കുലുക്കിട്ടുള്ളൂ. കോളേജിൽ നിന്ന് ഇനിയും കുട്ടികൾ വരും. ആരെ അകത്തേക്ക് വിടരുത്. ശരി ഡോക്ടർ. പക്ഷിക്കൂട്ടം കൂട്ടിൽ നിന്നും പറഞ്ഞിടുന്നേ, ചുറ്റി പറഞ്ഞിടുന്നേ. മുത്താറ കൊമ്പിൽ കെട്ടും മത്താപ്പ്, കത്തിപ്പൊട്ടും വെടിപ്പടക്കം മാടി പടക്കിറങ്ങാൻ. ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, എങ്ങനെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ രമണിക്ക്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഞങ്ങളൊന്ന് പോയി അടുത്തിരുന്നോട്ടെ? പാടില്ല. ഞങ്ങൾക്ക് ദുഃഖം പങ്കിടാനാണ്. പറ്റില്ല. മാത്രമല്ല, ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിനകത്ത് ഈ സമയത്ത് നിൽക്കാൻ നിങ്ങളെ ആരെ അനുവദിക്കില്ല. വേഗം പൊയ്ക്കോളൂ. ഡോക്ടർ ഡോക്ടർ, ഇല്ല ഡോക്ടർ, ഞങ്ങൾക്ക് അവളുടെ അടുത്തിരുന്ന് അവളുടെ വേദന എന്തെന്ന് അറിഞ്ഞേ പറ്റൂ. ഫൈനൽ ഇയറിന് പഠിക്കുന്ന പ്രദീപാണ് ഇതിനൊക്കെ കാരണം. കല്യാണം കഴിച്ചോളാന്ന് വ്യാമോഹിപ്പിച്ച് നാടൊട്ടുക്ക് കൊണ്ടു നടന്ന് പാവൻ രമണിയെ നേടേണ്ട എല്ലാം നേടിക്കഴിഞ്ഞ ഒടുവിൽ കൈയൊഴിഞ്ഞു. ചതി, വഞ്ചന, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റമുണ്ട് പ്രദീപിന്റെ പേരിൽ. പ്രദീപിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം. അവന് ഞങ്ങൾക്ക് കോടതി കയറ്റണം. കേസ് തൂത്ത് മാറ്റി കളയാനാണ് ഡോക്ടർ കൂട്ടി നിൽക്കുന്നെങ്കിൽ ഡോക്ടർക്കെതിരെ ഞങ്ങൾ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. നോക്കിക്കോ. ദേ, ഞങ്ങൾ ചില്ലറക്കാരൊന്നുമല്ല. ഞാൻ മായ വിനോദിനി, ഇത് ജയന്തി. പ്രൈം മിനിസ്റ്ററിന് വരെ ഫോൺ കറക്കി സംസാരിക്കാൻ കഴിയുള്ള മിസ്റ്റർ വിനോദ് ശങ്കറിന്റെ മകൾ ജയന്തി. ഇത് വേൾഡ് ഫേമസ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഉമാപതിയുടെ മകൾ ഹേമ. ഇത് DIG ഓഫ് പോലീസ് ഡോക്ടർ DSP. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് രമണിയുടെ അടുത്തിരിക്കണം, ദുഃഖം പങ്കിടണം. അത്രല്ലേ ഉള്ളൂ? അതെ. വാ, നിങ്ങൾ തന്നെ വരണം. ഈ കുട്ടികളൊക്കെ വലിയ വലിയ ആൾക്കാരെ മക്കളാ.